എല്ലാവരും കുറേ പേര് എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും ഇപ്പോഴും കാണിലുണ്ടോ ഒക്കെ പറയുമ്പോൾ സന്തോഷമാണ്. ആണോ? എന്തിനാ എല്ലാരും കളിയാക്കുന്നേ? കളിയാക്കുന്നില്ല, നമുക്ക് ചില സീൻസ് ഉണ്ടല്ലോ, ഞാനിങ്ങനെ ചെറിയ കുട്ടിയായിരുന്നപ്പോഴത്തെ കുറെ ഇങ്ങനെ ആക്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുക്കാലും കോമഡി ആയിട്ടാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും തോന്നുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എന്നെ കളിയാക്കാറുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോ എന്തും പറഞ്ഞ കളിയാക്കുന്നേ? സ്കൂളിൽ പോകുമ്പോ ഇപ്പൊ ഇറങ്ങുന്ന ഓരോ റീൽസിലെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു എന്താ കുട്ടി പിശാച് അങ്ങനെയാണോ കളിയാക്കുന്നേ? ഓ കളിയാക്കലുണ്ട്. ആണോ? ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സും ഉണ്ട്, പിന്നെ എന്നോട് ഇതുവരെ മിണ്ടാത്തവരടക്കം ഞാനിവിടെ പാസ് ചെയ്തൂടെ പോകുമ്പോഴത്തേക്കും ഡയലോഗൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങ് നീങ്ങി കിടക്കുന്ന കുട്ടിപ്പിശാച്ചിനൊക്കെ പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. നമ്മള് സ്റ്റാഫ് റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും 10ലെ ചേട്ടന്മാരൊക്കെ പറയുന്നത് കാണാൻ ജനലെടുത്ത് വന്നിട്ട് മാറി നിക്കടി കുട്ടി. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് കട്ട്സ് ഇപ്പൊ വൈറലായുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഓർമ്മ ഇപ്പോഴും ആ കുട്ടി പിശാചിന്റെ ഇതൊക്കെ ചെയ്തതൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടോ? മീൻസ് എല്ലാം ഓർമ്മയില്ല, കാരണം നല്ല യങ്ങായിരുന്നപ്പോഴും 3.5 വയസ്സല്ലേ ഉള്ളപ്പോ. അപ്പൊ അതിൻ്റെതായ നമുക്ക് അത്രയും ചെറുപ്പത്തിലെ ഓർമ്മയില്ല എനിക്ക് കുറെയൊക്കെ. പിന്നെ അച്ഛനും അമ്മയും കുറെ മെമ്മറീസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും എന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതായിരുന്നു ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറെ എണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് സെറ്റിൽ ഭയങ്കര കുസൃതിയായിരുന്നു. സെറ്റില് നല്ല കുസൃതിയായിരുന്നു. എന്തൊക്കെ കുസൃതി ചെയ്തിട്ടുള്ളത്? ഞാനോ? എനിക്ക് പണ്ട് ഈ വായന ശീലമുള്ളത് കൊണ്ട് ഈ എന്തെങ്കിലും കഥാബുക്ക് കിട്ടിയാൽ എല്ലാവരെയും കൊണ്ട് എനിക്കൊന്ന് വായിക്കണം. എനിക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കും കഥ അറിയാൻ വേണ്ടിട്ടല്ലേ. പിന്നെ അതെന്തുകൊണ്ട് തന്നെ എന്നെ കാണുമ്പോഴത്തേക്ക് ഉച്ചക്ക് സെറ്റിലെ ഏട്ടന്മാരെല്ലാം റെസ്റ്റ് എടുക്കാൻ വേണ്ടി സമയം ചെല്ലുക. അപ്പൊ അവർക്ക് 5 മിനിറ്റ് കിട്ടുമ്പോ എന്റെ പുറകെ നടക്കാതെ ഞാൻ പോവാൻ വേണ്ടിട്ട് തലേ കൂടെ തുണിയൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. പിന്നെ ഈ കുട്ടി എന്താ ചെയ്യുന്ന പറയും, നമ്മൾ ഈ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ അവരെ തോണ്ടും. അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ പോകും. അങ്ങനെ എന്താ ചെയ്തിട്ടില്ലേ? അമ്മ പറഞ്ഞു. ഡയറക്ടറെങ്കിലും സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്കും ഇവര് ഡയലോഗ് തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി തോണ്ടും. അപ്പൊ അവരുടെ ശ്രദ്ധ എന്റെ ആകുമ്പോ ഞാനിങ്ങനെ അടങ്ങി നല്ല കുട്ടിയായിട്ടിരിക്കും. പണ്ടേ കുരുത്തം കെട്ട കുട്ടിയാണ്.